സേഫ്റ്റിയുടെ കാര്യത്തിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഫ്രീ ആയിട്ട് കയറാൻ പറ്റുന്ന പാറയാണ്. ഒരുപാട് പേര് കയറുന്ന പാറയാണ്. പിന്നെ നമ്മൾ കുറച്ച് റോപ്പൊക്കെ ഇട്ട് കയറുന്നു അത്രേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. ഒന്ന് കൈയൊക്കെ പിടിച്ചു കൂടുതൽ പോയി ജമ്പിൻ ആലോചിക്കുന്നുണ്ടല്ലേ? അതിന് 2 കമന്റ് കൂടി റൈറ്റും ലെഫ്റ്റ് ഒക്കെ അറിയാലോ. റൈറ്റ് നോക്കിയേ പോവാനാ. നമ്മളിനി ഒരു ചെറിയ അത് കാണണ്ട അത്രയും കഴിഞ്ഞ് നമ്മളെത്തി. ശബരിമല തന്നെ ശബരിമല പോകുമ്പോഴേ നീ അവിടെ ഓടി കഴിഞ്ഞാൽ കഴിഞ്ഞാവാ എന്ന് പറയും. എല്ലാവർക്കും കിട്ടിയിട്ടില്ലേ? അവിടെ ആണെങ്കിൽ നമുക്ക് ഇരിക്കാൻ വേണ്ടി ഭയങ്കര സെറ്റപ്പായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. നമുക്ക് അവിടെ ഇരിക്കുക. അവിടെ ഇരുന്നിട്ട് മുകളിലോട്ട് നോക്കാം. ഒരു വ്യത്യസ്ത അനുഭവമായിരിക്കും അല്ലേ? അതെ ഒന്നില്ലേ? കാരാബിനസ് ഒരു 3 ടൈപ്പാണ് പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ പ്ലെയിൻ കാരാബിൻഡർ ഉണ്ട്, രണ്ടാമത് ഈ സ്ക്രൂ കാരാബിൻഡർ, പിന്നെ ഒരു ട്വിസ്റ്റ് ടൈപ്പ് കാരാബിൻഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും റാപ്പലിംഗ് ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് ഈ സ്ക്രൂ ടൈപ്പ് കാരാബിൻഡേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ കാരാബിൻഡർ നമ്മുടെ ബോഡിയായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം ഈ സ്ക്രൂ വെച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാധനമാണ് ഈ സ്ക്രൂ കാരാബിൻഡർ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇതിൻ്റെ കപ്പാസിറ്റി എഴുതിയിട്ടുണ്ട്. ഇത് റോക്ക് എംപയർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ആണ്. 26 കിലോ ന്യൂട്ടണാണ് ഇതിൻ്റെ കപ്പാസിറ്റി. 1 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്നത് ഏകദേശം 100 കിലോയ്ക്ക് മുകളിലാണ്. 26 കിലോ ന്യൂട്ടണാണ് ഇതിൻ്റെ കപ്പാസിറ്റി. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ കപ്പാസിറ്റി ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് നോക്കിയാൽ 24 കിലോ ന്യൂട്ടണാണ്. അതുപോലെ ഈ പ്രസ് ചെയ്യുന്ന ഭാഗത്തിൻ്റെ ഈ ട്വിസ്റ്റിൻ്റെ കപ്പാസിറ്റി 8 കിലോ ന്യൂട്ടണാണ്. അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ജൂമർ എന്ന് പറയും. ജൂമർ നമുക്ക് ഇന്നിവിടെ ആവശ്യമില്ല. നമ്മളൊരു സിംഗിൾ റോപ്പിലൂടെ ഈസി ആയിട്ട് കയറി പോകാൻ വേണ്ടി, നമുക്ക് സിംഗിൾ റോപ്പിൽ പിടിച്ച് കയറാൻ വേണ്ടി നമ്മുടെ ഈ ബോഡി വെയിറ്റ് ഒക്കെ കൊണ്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. നമ്മൾ ഹാർനസ് ഇട്ടതിന് ശേഷം ഈ ജൂമറിൻ്റെ സഹായത്തോടെ സിംഗിൾ റോപ്പിൽ കയറി പോകാൻ വേണ്ടിയിട്ടാണ് ഈ ജൂമർ. പിന്നുള്ളത് ഹാർനസ് ആണ്. നമ്മുടെ ബെൽറ്റ് എന്ന് പറയാം. ഹാർനസ് ഒരു 3-4 ടൈപ്പ് ഉണ്ട്. ഇത് ലെഗ് ലൂപ്പ് ടൈപ്പ് ഹാർനസ് എന്ന് പറയും. അതിനകത്ത് സിറ്റ് ഹാർനസ് ഉണ്ട്, ഫുൾ ബോഡി ഹാർനസ് ഉണ്ട്, ചെസ്റ്റ് ഹാർനസ് ഉണ്ട്. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ടൈപ്പ് ഹാർനസ് ഉണ്ട്. അപ്പോൾ ഇത് ലെഗ് ലൂപ്പ് ടൈപ്പാണ്. ഇതാണ് നമ്മൾ റാപ്പലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഹെൽമെറ്റ് നമ്മുടെ തലയുടെ നമ്മൾ അഥവാ സ്ലിപ്പായി വീണ് പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ തലയ്ക്ക് ഇഞ്ചുറി പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് മസ്റ്റായിട്ട് എല്ലാവരും ഹെൽമെറ്റ് യൂസ് ചെയ്യുക. അത് പ്രധാനമായിട്ടും 3 ടൈപ്പ് റോപ്പാണ് നമ്മൾ ഈ അഡ്വഞ്ചർ ആക്ടിവിറ്റീസിന് യൂസ് ചെയ്യുന്നത്. ഒന്ന് സ്റ്റാറ്റിക്, ഡൈനാമിക്, പിന്നെ സെമി സ്റ്റാറ്റിക്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ നല്ല ശക്തി കൂടുതലായിരിക്കും. നമ്മൾ ഈ പെർമനൻ്റ് ആയിട്ട് ഇപ്പോൾ സിബ്ലൈൻ പോലുള്ള ആക്ടിവിറ്റികൾ ടെമ്പർ ചെയ്ത് വലിച്ചു കെട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ സ്റ്റാറ്റിക് റോപ്പ് യൂസ് ചെയ്യുന്നത്. നമ്മൾ റാപ്പലിംഗ് പോലുള്ള ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ബിലേക്ക് വേണ്ടിയിട്ടൊക്കെ സെമി സ്റ്റാറ്റിക് റോപ്പോ ഡൈനാമിക് റോപ്പോ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഡൈനാമിക് റോപ്പ് ആകുമ്പോൾ നല്ല ഫ്ലെക്സിബിലിറ്റി ആയിരിക്കും, അതിന് എലാസ്റ്റിസിറ്റി കൂടുതലായിരിക്കും. സെമി സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ ഫ്ലെക്സിബിൾ ആയിരിക്കും, അതുപോലെ എലാസ്റ്റിസിറ്റി അത്രയും കൂടുതലായിരിക്കില്ല ആണ് ഇതിലുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ആലിൻ്റെ അതുവരെ കയറി കഴിഞ്ഞാൽ പിന്നെ കൽപ്പടികളാണ്. അപ്പോൾ നമ്മൾ ഈ പടികളിലൂടെ ഇങ്ങനെ നടന്ന് മുകളിൽ പോകുമ്പോഴാണ് നമുക്ക് പിന്നെ ബിലയുടെ ആവശ്യം വരുന്നത്. ബില എന്ന് പറയുന്നത് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു റോപ്പാണ്. നിങ്ങൾക്ക് പിടിച്ച് കയറാൻ വേണ്ടി അവിടെ റോപ്പ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ മഴ ആയതുകൊണ്ട് കുറച്ച് സ്ലിപ്പറി ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സേഫ്റ്റി റോപ്പ് ഇവിടെ ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഈ ഹാർനസിനെ ആ സേഫ്റ്റി റോപ്പായിട്ട് കണക്ട് ചെയ്തിരിക്കും. അപ്പോൾ നിങ്ങൾ ആ റോപ്പ് നോക്കണ്ട, അത് നിങ്ങളുടെ സേഫ്റ്റി റോപ്പാണ്. ബൈ ചാൻസ് എന്തെങ്കിലും സ്ലിപ്പ് ആവുകയാണെങ്കിൽ ആ റോപ്പിൽ നിങ്ങൾ നിന്നോളും. അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് റോപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അഥവാ ഇവിടുന്ന് കയറുന്ന സമയത്ത് പിടിക്കാൻ വേണ്ടിയിട്ടും റോപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നടന്ന് നമ്മൾ മുകളിൽ പോകും.
അവിടെ നമ്മൾ ബിലെയർ റോപ്പ് കണക്ട് ചെയ്യും. അവിടെ ബിലെയർ ഉണ്ട്. അവിടെ നിന്ന് ആ ഒരു സ്റ്റെപ്പ് കയറിയിട്ട് അവിടെ വന്നിരിക്കും. അത് കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ അടുത്തൊരു സ്റ്റെപ്പ് ഉണ്ട്. രണ്ടാമത് അവിടെ ഇരിക്കുന്ന ആൾക്കാരെ അവിടെ നിന്ന് വേറൊരു ബിലയിട്ട് മുകളിലോട്ട് കയറ്റും. ഇവിടെ നിന്ന് പറഞ്ഞു തന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല, മുകളിൽ പോകുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് എല്ലാവരും നമ്മളിവിടെ ഉള്ള എല്ലാ ആൾക്കാരെയും മുകളിൽ കൊണ്ടുപോയതിന് ശേഷമാണ് റാപ്പലിംഗ് ചെയ്യുന്നത്. നമ്മൾ ഈ റോക്കിൻ്റെ മുകളിൽ നിന്ന് ജമ്പ് ചെയ്ത് താഴോട്ട് വരുന്ന മെത്തേഡാണ് റാപ്പലിംഗ് എന്ന് പറയുന്നത്. അതിനകത്ത് അപ്പോൾ കയറുന്നതിന് എന്താ പറയുന്നത്? ക്ലൈംബിംഗ്, റോക്ക് ക്ലൈംബിംഗ്, ഫ്രീ ക്ലൈംബിംഗ് മെത്തേഡിലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ രണ്ടും ചെയ്യുന്നുണ്ട് നമ്മൾ. രണ്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് അവിടെ എത്തുമ്പോൾ മാത്രമാണ് നമ്മൾ കുറച്ച് റോപ്പിൻ്റെ ഈ ബിലയുടെ സഹായത്തോടെ റോപ്പ് പിടിച്ച് കയറുന്നത്. ബാക്കി ഫുള്ള് ഫ്രീ ക്ലൈംബിംഗ് ആണ്. ഫ്രീ ക്ലൈംബിംഗ് മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ഉള്ളവർക്ക് അവിടെ പോകുമ്പോഴും റോപ്പ് ഇല്ലാതെ നിങ്ങൾക്ക് റോക്കിൽ തന്നെ ഫ്രീ ക്ലൈംബിംഗ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള റോക്കാണിത്. നല്ല ഗ്രിപ്പുള്ള റോക്കാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ബില ഉണ്ടാവും, നിങ്ങളുടെ സേഫ്റ്റി ഉണ്ടാവും. അങ്ങനെ ട്രൈ ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെ ട്രൈ ചെയ്യാം. ഓക്കെ, അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ബിലയുടെ അടുത്ത് ഒന്ന് പറഞ്ഞിരുന്നാൽ മതി. ഫ്രീ ക്ലൈംബ് ചെയ്യുവാണെന്ന് പറഞ്ഞിരുന്നാൽ മതി. ബിജിൻ ഉണ്ടാവും അവിടെ, ബിജിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നാൽ മതി. അപ്പോൾ അത് കമ്മ്യൂണിക്കേറ്റ് വികാസ് ബ്രോ, അതാ പറഞ്ഞത്. ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞ പോലെ നിങ്ങൾ ഫ്രണ്ടില്, നിങ്ങൾ ബാക്കില്, ഞാൻ നടുക്ക്. ഇതിൽ പക്ഷെ ഒന്നിച്ച് പോകാൻ പറ്റില്ലല്ലോ, ഓരോന്നായിട്ട് പോകണ്ടേ? എങ്ങനെയാ പുറകെ കയറാൻ പറ്റുമോ? ഒരാൾ പോയിട്ട് തന്നെ പുറകെ തന്നെ പോവായിരിക്കും, അല്ലാതെ സമയം തീരുന്നില്ല. വരട്ടെ.
പിടിക്കാണ്ട് അയൺ ക്ലൈമ്പിംഗ് എന്ന് പറഞ്ഞ് മുകളിലോട്ട് വരണം. അപ്പോൾ ഇത് ബിലേ ടൈറ്റ് ആവും. ആ കയറട്ടെ. ഓ പച്ച റോപ്പിൽ മാക്സിമം ടൈറ്റ് കൊടുത്ത് പച്ച റോപ്പിലാണ് ബലം കൊടുക്കാറ്. വേറെ ഒന്നല്ല, ബലം കൊടുക്കും. ബിലേ ടൈറ്റ് കയറും. ബിലേ ടൈറ്റ്. അയൺ ക്ലൈമ്പിംഗ്. അയൺ ക്ലൈമ്പിംഗ്. റെഡ് റോപ്പിൽ പിടിച്ചോളൂ, മുകളിലോട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇവിടെ ഇങ്ങോട്ട് കയറിയിരിക്കാം. സൂപ്പർ സൂപ്പർ, വെരി ഗുഡ്. ഈ കൈയും വെച്ച് കയറിയല്ലേ? അതെ അതെ, വെള്ളം എങ്ങനെ മെല്ലെ വെള്ളം എങ്ങനെ? കയറി ഞങ്ങൾ എല്ലാവരും ഓരോ ബൈറ്റ്സ് എടുത്താൽ വിടില്ല. അത് ശരിയാണ് ശരിയാണ്. ഇങ്ങോട്ട് കരിയുണ്ടോ? വെള്ളം വേണം, വെള്ളം വരും. പിന്നെ അവരുടെ അവിടെ ആ സൊസൈറ്റിക്ക് അവരുടെ ഏരിയക്കൊക്കെ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതാണ് എനിക്ക് തോന്നില്ല. ബാക്കിയുള്ളവരെന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അങ്ങ് ഭയങ്കര പ്രോഫിറ്റ് ആവും. പിന്നെ ഒരു ഞങ്ങൾ ഇവരാദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടകെട്ടി മല ട്രെക്കിങ്, പിന്നെ ഇവരാകെ 2 പരിപാടിയുള്ളായിരുന്നു. അപ്പോൾ ഞങ്ങളെപ്പോഴും ഇവരോട് പറയും